ഹായ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മണി മേക്ക് ചെയ്യാനായിട്ട്, അതായത് പൈസ ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന 5 കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അതായത് മണി മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെൽത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്, അതായത് മണി മൈൻഡ് സെറ്റ് എന്ന് പറയും. അതായത് നമുക്ക് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മണി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ മണി മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥം. അതുകൊണ്ടാണ് അവരാരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്താത്തതും ഈ ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കിടന്ന് ഈ ബുദ്ധിമുട്ടുന്നതും ഒക്കെ. മണി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പണത്തിന് വേണ്ടിയുള്ള ആർത്തിയല്ല, പക്ഷേ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണമെന്നും നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുമുള്ള ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം മനസ്സിലത് കുറിച്ചിടുന്ന ഒരു ഇതുണ്ടായിരിക്കണം. എന്താ പറയുക, ഉള്ളിലൊരു തീ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പം പൈസ ഉണ്ടാക്കണം എന്നുള്ളതും എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരണമെന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അതുപോലെ ഈ പൈസ ഉണ്ടാക്കുന്നത് അത്ര മോശം കാര്യമല്ല, ഒരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്തുവാൻ ഈ പൈസ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു അറിവും ഒക്കെ വരുന്നതാണ് ഈ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണി മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പൈസ ഉണ്ടാക്കുവാനോ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാനോ സാധിക്കത്തില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഉണ്ടാക്കുവാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യൻസിയാണ്, അതായത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പെട്ടെന്ന്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പണം ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ അനേകം തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് കാണത്തില്ലേ? അങ്ങനെയൊന്നും ഒരിക്കലും പണം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ലീഗലി നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്വല്പം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടി ക്ഷമയോട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടി നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയതെങ്കിലും 5 അല്ലെങ്കിൽ 8 കൊല്ലമെങ്കിലും വേണം നമുക്കൊരു 1 crore എത്തിച്ചേരുവാനായിട്ട്. നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അച്ചടക്കത്തോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് പോലും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അല്ലാതെ അതിന് ക്ഷമ വേണം. അപ്പം 5 വർഷം 8 വർഷമൊക്കെ മിനിമം ഒക്കെ വേണം. അപ്പോൾ നല്ല രീതിയിൽ വരണമെങ്കിൽ പിന്നെയും നമ്മൾ ലോങ് ടൈമിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ചുറ്റിനുമുള്ള, നമ്മുടെ കേരളത്തിനുള്ള മലയാളികളായിട്ടുള്ള കോടീശ്വരന്മാരെയും പണക്കാരെയും ഒക്കെ നോക്കിയാൽ അറിയാം, ഒരു വർഷങ്ങൾ കൊണ്ടാണ് അവർ ഈ ഒരു നിലയിലെത്തിയത്. യൂസഫ് അലി ആകാം, അല്ലെങ്കിൽ ജോയി അൽക്കാസ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വി ഗാർഡിൻ്റെ ഉടമയായിട്ടുള്ള ചിത്രപ്പള്ളി സാറാകാം. ആരായാലും നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കൂ. ഈവൻ നമ്മുടെ പ്രമുഖരായിട്ട് നടന്മാരായാലും നോക്കാം. മോഹൻലാലാകാം, മമ്മൂട്ടിയാകാം. ഒരു വർഷങ്ങളോളം സിനി ഫീൽഡിൽ കഷ്ടപ്പെട്ട് ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ച് പെല്ലപ്പല്ലിയാണ് അവർ ഈ ഒരു നിലയിലെത്തിയത്, ഈ ഒരു വെൽത്തൊക്കെ സൃഷ്ടിച്ചതുമല്ല. മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ എന്നുള്ളതാണ്. മണി ഡിസിപ്ലിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയും. അതില്ലെങ്കിൽ നമുക്ക് മണി മേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ആക്ച്വലി മണി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഡിസിപ്ലിനാണ്. അതായത് ശ്രദ്ധയോടുകൂടി, വളരെ അച്ചടക്കത്തോടുകൂടി തുടർച്ചയായി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. മണി മേക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, എന്ത് കാര്യമാകാം, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാകാം, എന്തുമാകാം. പക്ഷേ ഇതിലെല്ലാം ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ, അച്ചടക്കം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മണി മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരിടത്തും എത്തിച്ചേരാൻ സാധിക്കത്തില്ല. നമ്മൾ ഉഴപ്പ് കാണിച്ച് നടക്കുന്നവരെ പറഞ്ഞിട്ടില്ലേ, അവൻ്റെ അച്ചടക്കം ഇല്ലാത്തവനാണ്, അവനൊരു ലക്ഷ്യബോധം ഇല്ലാത്തവനാണെന്നൊക്കെ കിട്ടില്ലേ. അത് തന്നെ. നാലാമത്തെ കാര്യമാണ് അസറ്റ്സ് ഉണ്ടാക്കുക, ക്രിയേറ്റ് അസറ്റ്സ്. അപ്പോൾ ഇത് മണി മേക്ക് ചെയ്യണമെങ്കിൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ, കോടികൾ ഉണ്ടാക്കണമെങ്കിൽ, പണം ഉണ്ടാക്കണമെങ്കിൽ, വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ, അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് അസറ്റ്സ് ഉണ്ടായിരിക്കണം. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പല വീഡിയോകളും നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പൈസ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ആണ് ഈ അസറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മേടിച്ച് വെച്ച്, നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആ വസ്തു നാളെ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ അത് വീണ്ടും അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന എന്താണോ അതാണ് അസറ്റ്. ഗോൾഡ് ആകാം, ചിലപ്പം നല്ല ഒരു റിയൽ എസ്റ്റേറ്റ് ആകാം, അല്ലെങ്കിൽ ഷെയർ ആകാം, മ്യൂച്വൽ ഫണ്ട്സ് ആകാം, അങ്ങനെ എന്തുമാകാം. ചിലപ്പോൾ അത് ബിസിനസ് ആകാം, അങ്ങനെ എന്തുമാകാം. അപ്പോൾ അതിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മൾ അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറില്ല. നമ്മൾ അതല്ലാതെ ഈ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ഒരു ഷോ ഓഫിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വലിയ വലിയ വീട് വെക്കുക, വലിയ വലിയ വില കൂടിയ കാറുകൾ മേടിക്കുക,
ഐഫോൺ മേടിക്കുക, വിദേശ ട്രിപ്പുകൾ പോകുക, ഇതൊന്നും അസറ്റല്ല. ഓക്കെ, നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ച് എമൗണ്ട് ഇതിനു വേണ്ടി ചിലവാക്കും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അസറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക്, അസറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഷോ ഓഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ പണം വേസ്റ്റ് ചെയ്യില്ല. ആദ്യം നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസറ്റ് ക്രിയേറ്റ് ചെയ്യുക, പാസീവ് ഇൻകം ഉണ്ടാക്കുക, പല മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എന്നുള്ളതാണ്. ഇപ്പം ജീവിതത്തിൽ നമ്മൾ പലരും നോക്കിയറിയാം, റിസ്ക് എടുത്തിട്ടുള്ളവരാണ് എപ്പോഴും വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ണും പൊട്ടി ചുമ്മാ റിസ്ക് ചാടിക്കറി എടുക്കുക എന്നുള്ളതല്ല. അതിനാണ് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്ക് എടുത്തു കഴിഞ്ഞ് ഇതിൽ ഞാൻ ഫെയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അതിൽ ഫെയിൽ ആയിപ്പോയാലും എനിക്ക് വലിയൊരു തട്ടുകേട്, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഇല്ലാതായി പോകുന്ന രീതിയിലേക്ക് പോകത്തില്ല എന്നുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു തീരുമാനമാണ് കാൽക്കുലേറ്റഡ് റിസ്ക്. അതായത് നമ്മളൊന്ന് വീണാലും കുഴപ്പമില്ല, 4 കാലിലായാലും നിന്നേച്ച് പിന്നെ എഴുന്നേറ്റ് വരാൻ പറ്റും എന്നുള്ള ഒരു കണ്ടീഷനിലുള്ള റിസ്കുകൾ എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത്. അപ്പം കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കാതെ ആരും ഇന്നും എത്തിച്ചേർന്നിട്ടില്ല. വളരെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്ന ആരും എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. അതാണല്ലോ 9 to 5 ജോബ് ഉള്ളവരും ഇങ്ങനെ എത്തിച്ചേരാത്തതാണ്. അതുകൊണ്ട് കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കുക എന്നുള്ളത് ജീവിത വിജയത്തിന് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 5 കാര്യങ്ങളാണ് മണി മേക്കിങ്ങിന് വേണ്ടുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, നിങ്ങൾ ഒരു വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ വാർദ്ധക്യത്തിലും ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇരിക്കത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.